എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായമാണ്. ഇന്നത്തെ വിശദീകരണത്തിൽ ആവർത്തന വിരസത ഒഴിവാക്കുന്നതിനായി മത്തായി സുവിശേഷത്തിൽ നാം നേരത്തെ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്ത കാര്യങ്ങൾ ഒഴിവാക്കി മത്തായി സുവിശേഷത്തിൽ വിശദീകരിക്കാത്തതും മർക്കോസിൽ മാത്രം ഉള്ളതുമായ വേദഭാഗങ്ങൾ വിശകലനം ചെയ്യുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കവർന്നഹൂമിൽ ചെന്നു. അവൻ വീട്ടിൽ ഉണ്ടെന്ന് ശ്രുതിയായി. ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ 4 ആൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചുകൂടായകയാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽക്കൂര പൊളിച്ച് തുറന്ന് പക്ഷവാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ചില ശാസ്ത്രിമാരിരുന്നു. അവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആർ എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ചു. അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത്? പക്ഷവാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു. എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷവാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റു കിടക്കയെടുത്ത് എല്ലാവരും കാണെ പുറപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. അവൻ പിന്നെയും കടൽക്കര ചെന്നു. പുരുഷാരമൊക്കെയും അവന്റെ അടുക്കൽ വന്നു. അവൻ അവരെ ഉപദേശിച്ചു. പിന്നെ അവൻ കടന്നു പോകുമ്പോൾ അൽഫായുടെ മകനായ ലേവി ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. അവൻ വീട്ടിൽ പന്തിയിൽ ഇരിക്കുമ്പോൾ പല ചുങ്കക്കാരും പാപികളും യേശുവിനോട് അവന്റെ ശിഷ്യന്മാരോടും കൂടി പന്തിയിലിരുന്നു. അവനെ അനുഗമിച്ചു വന്നവർ അനേകർ ആയിരുന്നു. അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് പരിസയന്മാരുടെ കൂട്ടത്തിലുള്ള ശാസ്ത്രിമാർ കണ്ടിട്ട് അവന്റെ ശിഷ്യന്മാരോട്, അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകുടിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. യേശു അത് കേട്ട് അവരോട്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. യോഹന്നാന്റെ ശിഷ്യന്മാരും പരീശന്മാരും ഉപവസിക്കുക പതിവായിരുന്നു. അവർ വന്ന് അവനോട്, യോഹന്നാന്റെയും പരീശന്മാരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുന്നുവല്ലോ, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞത്, മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴ്മക്കാർക്ക് ഉപവസിപ്പാൻ കഴിയുമോ? മണവാളൻ കൂടെ ഇരിക്കും കാലത്തോളം അവർക്ക് ഉപവസിപ്പാൻ കഴിയുകയില്ല. എന്നാൽ മണവാളൻ അവരെ വിട്ടുപിരിയേണ്ടുന്ന കാലം വരും. അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കും. പഴയ വസ്ത്രത്തിൽ കോടി തുണിക്കണ്ടം ആരും ചേർത്ത് തുന്നുമാറില്ല. തുന്നിയാൽ ചേർത്ത പുതുക്കണ്ടം പഴയതിൽ നിന്ന് വലിഞ്ഞിട്ട് ചീന്തൽ ഏറ്റവും വല്ലാതെ ആകും. ആരും പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകർന്നു വെക്കുമാറില്ല. വെച്ചാൽ പുതുവീഞ്ഞ് തുരുത്തിയെ പൊളിക്കും, വീഞ്ഞ് ഒഴുകിപ്പോകും, തുരുത്തി നശിച്ചു പോകും. പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ അത്രേ പകർന്നു വെക്കേണ്ടത്. അവൻ ശബത്തിൽ വിളഭൂമിയിൽ കൂടി കടന്നു പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാർ വഴി നടക്കയിൽ കതിർ പറിച്ചു തുടങ്ങി. പരീശന്മാർ അവനോട്, നോക്കൂ, ഇവർ ശബത്തിൽ വിഹിതമല്ലാത്തത് ചെയ്യുന്നത് എന്ത് എന്ന് പറഞ്ഞു. അവരോട്, ദാവീദ് തനിക്കും കൂടെയുള്ളവർക്കും മുട്ടുണ്ടായി വിശന്നപ്പോൾ ചെയ്തത് എന്ത്? അബ്യാഥാർ മഹാപുരോഹിതന്റെ കാലത്ത് ദൈവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്കല്ലാതെ ആർക്കും തിന്മാൻ വിഹിതമല്ലാത്ത കാഴ്ചയപ്പം തിന്നു കൂടെയുള്ളവർക്കും കൊടുത്തു എന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു. പിന്നെ അവൻ അവരോട്, മനുഷ്യൻ ശബത്ത് നിമിത്തമല്ല, ശബത്ത് മനുഷ്യൻ നിമിത്തമത്രേ ഉണ്ടായത്. അങ്ങനെ മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു എന്ന് പറഞ്ഞ് എന്ന് നാം വായിക്കുന്നു. ശബത്ത് ദിവസം യേശു കർത്താവ് വയലിലൂടെ കടന്നു പോകുമ്പോൾ ശിഷ്യന്മാർ കതിർ പറിച്ച് തിരുമ്മി അവയിൽ നിന്ന് ധാന്യം പറിച്ചെടുത്ത് തിന്നാൻ തുടങ്ങി എന്നും പരീശന്മാർ അവനോട്, നോക്കൂ, അവർ ശബത്ത് ദിവസം അനുവദനീയമല്ലാത്തത് എന്തിനാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു എന്ന് നാം വായിച്ചു. യഹൂദർ ഇങ്ങനെ ചോദിക്കാൻ കാരണം, പഴയ നിയമത്തിൽ ശബത്ത് അഥവാ ശനിയാഴ്ച ദൈവം കൽപ്പിച്ചതും 10 കൽപ്പനകളുടെ ഭാഗമായി മോശയിലൂടെ നൽകപ്പെട്ടതുമായ ജോലി ചെയ്യാൻ അനുവാദമില്ലാത്ത ഒരു വിശ്രമ ദിവസമായിരുന്നു എന്ന് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്.
യേശു ശിഷ്യന്മാർ ശബത്തിനെ കുറിച്ചുള്ള മോശയുടെ ന്യായപ്രമാണം ലംഘിച്ചില്ല. അവർ പരീശന്മാരുടെ മനുഷ്യനിർമ്മിത നിയമങ്ങൾ മാത്രമാണ് ലംഘിച്ചത്. മാത്രമല്ല, ന്യായപ്രമാണത്തിന്റെ അവരുടെ അതിരുകടന്ന വ്യാഖ്യാനത്തിൽ കൈക്കൊണ്ട് കതിർ പറിക്കുന്നതും ശബത്തിൽ നിഷിദ്ധമായിരിക്കുന്ന കർഷക പ്രവർത്തനമാണ്. ആവർത്തനം 23-25 വാക്യത്തിൽ അരിവാൾ കൊണ്ട് കതിർ കൊയ്യുന്നത് കൊയ്ത്ത് എന്ന വേലയായി കണക്കാക്കുകയും കൈകൊണ്ട് കതിർ പറിക്കുന്നത് കൊയ്ത്തെന്ന നിലയിൽ കണക്കാക്കിയിരുന്നില്ല എന്ന് വ്യക്തമാണ്. യേശു കർത്താവ് അവരോട് ചോദിച്ചത്, ദാവീദ് തനിക്കും കൂടെയുള്ളവർക്കും വിശന്നു വലഞ്ഞപ്പോൾ എന്താണ് ചെയ്തത് എന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ എന്നാണ്. കർത്താവ് ഇവിടെ ഓർമ്മിപ്പിക്കുന്ന തിരുവെഴുത്തുകൾ 1 ശമൂവേൽ 21:1-15 വരെയുള്ള വേദഭാഗങ്ങളാണ്. യേശു ദാവീദിന്റെ സംഭവത്തെ ഉദാഹരണമായി ഉപയോഗിച്ച് ശബത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം വ്യക്തമാക്കുന്നു. ദാവീദും അനുയായികളും വിശന്നപ്പോൾ പുരോഹിതന്മാർക്ക് മാത്രമായി നിയമം അനുവദിച്ചിരുന്ന വിശുദ്ധമായ കാഴ്ചയപ്പം ഭക്ഷിച്ചു എന്ന് ഈ പ്രവൃത്തിക്ക് ദൈവം ശിക്ഷ നൽകാതെ ദാവീദിന്റെ ജീവൻ നിലനിർത്തുക എന്ന ആവശ്യകതയ്ക്ക് ദൈവം പ്രാധാന്യം നൽകിയെന്നും അതുപോലെ വിശന്ന ശിഷ്യന്മാർ ശബത്തിൽ കൈകൊണ്ട് കതിർ പറിച്ചത് ലംഘനമല്ല എന്നും കർത്താവ് വ്യക്തമാക്കുന്നു. 27 വാക്യത്തിൽ കർത്താവ് വ്യക്തമാക്കുന്നത് ശബത്ത് മനുഷ്യന് വേണ്ടിയാണെന്നും മനുഷ്യൻ ശബത്തിന് വേണ്ടി അല്ലെന്നുമാണ്. ശബത്തിന്റെ ഉദ്ദേശം മനുഷ്യന്റെ ആത്മീയവും ശാരീരികവുമായ ഉന്നമനത്തിനാണ്, അല്ലാതെ മനുഷ്യനെ യന്ത്രം പോലെ നിയന്ത്രിക്കാനും ഉപദ്രവിക്കുവാനും ശിക്ഷിക്കാനുമല്ല. അതിനാൽ നന്മ ആവശ്യമായിരിക്കുന്ന ആവശ്യ കാര്യങ്ങളിൽ ശബത്തിന്റെ നിയമങ്ങൾ കർശനമായി പ്രയോഗിക്കുന്നത് തെറ്റാണ് എന്നും മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാണ് എന്നും പ്രസ്താവിച്ചതിലൂടെ യേശു കർത്താവ് ശബത്തിന്റെ ദാതാവും അധികാരിയും വ്യാഖ്യാതാവും താനാണെന്ന് പ്രഖ്യാപിക്കുന്നു. ശബത്ത് മനുഷ്യന് വേണ്ടിയാണെന്നതുപോലെ അതിനെ നിയന്ത്രിക്കുവാനുള്ള സകല പരമാധികാരവും താൻ യഹോവ എന്ന ന്യായപ്രമാണം നൽകിയ അതേ ദൈവവുമാണ് എന്ന് കർത്താവ് വ്യക്തമാക്കുകയാണ്.